ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് മലയാളം സെൻറ്റൻസുകൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. അപ്പം തുടങ്ങിയാലോ? ഓക്കെ. ഞാൻ നിന്നോട് ചെയ്തതിന് സോറി. ഐ ആം സോറി ഫോർ വാട്ട് ഐ ഡിഡ് ടു യു. ഇതാണ് ഞാൻ നിന്നോട് ചെയ്തതിന് സോറി. ഐ ആം സോറി ഫോർ വാട്ട് ഐ ഡിഡ് ടു യു. അതുപോലെ തന്നെ നമുക്ക് ഇതും പറയാം. ഇന്നലെ സംഭവിച്ചതിന് സോറി. അതെങ്ങനെയായിരിക്കും പറയുക? ഐ ആം സോറി ഫോർ വാട്ട് ഹാപ്പൻഡ് യെസ്റ്റർഡേ. എന്താണ്? ഇന്നലെ സംഭവിച്ചതിന് സോറി. ഐ ആം സോറി ഫോർ വാട്ട് ഹാപ്പൻഡ് യെസ്റ്റർഡേ. നെക്സ്റ്റ്, ആരെങ്കിലും ആ പുതിയ സിനിമ കണ്ടിട്ടുണ്ടോ? ഹാസ് എനിവൺ വാച്ച്ഡ് ദി ന്യൂ മൂവി. എന്താണ്? ആരെങ്കിലും ആ പുതിയ സിനിമ കണ്ടിട്ടുണ്ടോ? ഹാസ് എനിവൺ വാച്ച്ഡ് ദി ന്യൂ മൂവി. അതുപോലെ ഇതൊന്നൊക്കെ, റൂം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ പറയും? ദ റൂം ഈസ് ബീയിങ് ക്ലീൻഡ്. എന്താണ്? റൂം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദി റൂം ഈസ് ബീയിങ് ക്ലീൻഡ്. നെക്സ്റ്റ്, സങ്കടമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ കരയുന്നത്? അതെങ്ങനെ പറയും? വൈ ഡു യു ക്രൈ ഇഫ് യു ആർ നോട്ട് സാഡ്. എന്താണ്? സങ്കടമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ കരയുന്നത്? വൈ ഡു യു ക്രൈ ഇഫ് യു ആർ നോട്ട് സാഡ്. ഓക്കെ. നെക്സ്റ്റ്, നിന്റെ അമ്മ നിന്നെ ഉണർത്തുന്നില്ലെങ്കിൽ നീ എത്ര സമയം ഉറങ്ങും? അതെങ്ങനെ ചോദിക്കും? ഹൗ ലോങ് വിൽ യു സ്ലീപ്പ് ഇഫ് യുവർ മദർ ഡസൻറ്റ് വേക്ക് യു അപ്പ്. എന്താണ്? നിന്റെ അമ്മ നിന്നെ ഉണർത്തുന്നില്ലെങ്കിൽ നീ എത്ര സമയം ഉറങ്ങും? ഹൗ ലോങ് വിൽ യു സ്ലീപ്പ് ഇഫ് യുവർ മദർ ഡസൻറ്റ് വേക്ക് യു അപ്പ്. മഴ കാരണം മീറ്റിംഗ് മാറ്റിവെച്ചു. അതെങ്ങനെയായിരിക്കും പറയുക? ദി മീറ്റിംഗ് വാസ് പോസ്റ്റ്പോൺഡ് ഓൺ അക്കൗണ്ട് ഓഫ് റെയിൻ. ഇവിടെ കാരണം എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഓൺ അക്കൗണ്ട് ഓഫ്. എന്താണ്? മഴ കാരണം മീറ്റിംഗ് മാറ്റിവെച്ചു. ദ മീറ്റിംഗ് വാസ് പോസ്റ്റ്പോൺഡ് ഓൺ അക്കൗണ്ട് ഓഫ് റെയിൻ. നെക്സ്റ്റ്, ഞാൻ വീണിരുന്നെങ്കിലോ? അതെങ്ങനെ ചോദിക്കും? വാട്ട് ഇഫ് ഐ ഹാഡ് ഫാളൺ. എന്താണ്? ഞാൻ വീണിരുന്നെങ്കിലോ? വാട്ട് ഇഫ് ഐ ഹാഡ് ഫാളൺ. അടുത്തെന്താണെന്ന് നോക്കാം. അബദ്ധത്തിൽ പോലും അയാളോട് മിണ്ടരുത്. അതെങ്ങനെ പറയും? ഡോണ്ട് ടോക്ക് ടു ഹിം ഈവൻ ബൈ മിസ്റ്റേക്ക്. ഇവിടെ അബദ്ധത്തിൽ പോലും എന്നതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈവൻ ബൈ മിസ്റ്റേക്ക്. എന്താണ്? അബദ്ധത്തിൽ പോലും അയാളോട് മിണ്ടരുത്. ഡോണ്ട് ടോക്ക് ടു ഹിം ഈവൻ ബൈ മിസ്റ്റേക്ക്. ഇതേ രീതിയിൽ നമുക്ക് ഒരു എക്സാമ്പിളോടെ നോക്കാം. അബദ്ധത്തിൽ പോലും ഞാൻ കള്ളം പറയാറില്ല. അതെങ്ങനെ പറയും? ഐ നെവർ ലൈ ഈവൻ ബൈ മിസ്റ്റേക്ക്. ഇതാണ് അബദ്ധത്തിൽ പോലും ഞാൻ കള്ളം പറയാറില്ല. ഐ നെവർ ലൈ ഈവൻ ബൈ മിസ്റ്റേക്ക്. നെക്സ്റ്റ്, അവർ അവരുടെ സത്യസന്ധത ഒരുപാട് തവണ തെളിയിച്ചിട്ടുണ്ട്. അതെങ്ങനെ പറയും? ദേ ഹാവ് പ്രൂവൺ ദെയർ ലോയൽറ്റി ടൈം ആൻഡ് അഗെയിൻ. ഇവിടെ ഒരുപാട് തവണ എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ടൈം ആൻഡ് അഗെയിൻ. അവർ അവരുടെ സത്യസന്ധത ഒരുപാട് തവണ തെളിയിച്ചിട്ടുണ്ട്. ദേ ഹാവ് പ്രൂവൺ ദെയർ ലോയൽറ്റി ടൈം ആൻഡ് അഗെയിൻ. നെക്സ്റ്റ്, ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ എന്നും പുതിയതായി ചിലതൊക്കെ പഠിക്കാറുണ്ട്. അതെങ്ങനെ പറയും? ബീങ് എ സ്റ്റുഡൻറ്റ് ഐ ട്രൈ ടു ലേൺ സംതിങ് ന്യൂ ഡെയിലി. ഇവിടെ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അതിന് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബീങ് എ സ്റ്റുഡൻറ്റ്. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ എന്നും പുതിയതായി ചിലതൊക്കെ പഠിക്കാറുണ്ട്. അതെങ്ങനെയായിരിക്കും പറയുക? ബീങ് എ സ്റ്റുഡൻറ്റ് ഐ ട്രൈ ടു ലേൺ സംതിങ് ന്യൂ ഡെയിലി. അതേപോലെ ഇതൊന്നും നോക്കേ, ഉത്തരവാദിത്വമുള്ള രക്ഷിതാവാകുക എന്നുള്ളത് ശരിക്കും വെല്ലുവിളി നിറഞ്ഞതാണ്. അതെങ്ങനെയായിരിക്കും പറയുക? ബീങ് എ റെസ്പോൺസിബിൾ പേരൻറ്റ് ഈസ് റിയലി ചലഞ്ചിങ്. ഇവിടെ നോക്കേ, ഉത്തരവാദിത്വമുള്ള രക്ഷിതാവാകുക എന്നുള്ളത് എന്ന് പറയുന്നതും ഉത്തരവാദിത്വമുള്ള രക്ഷിതാവ് എന്ന നിലയിൽ രണ്ടും സെയിം മീനിങ് ആണല്ലേ. അപ്പം അതിനായി നമ്മൾ എന്താണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്? ബീങ് എ റെസ്പോൺസിബിൾ പേരൻറ്റ്. അപ്പം എന്താണ്? ഉത്തരവാദിത്വമുള്ള രക്ഷിതാവാകുക എന്നുള്ളത് ശരിക്കും വെല്ലുവിളി നിറഞ്ഞതാണ്. ബീങ് എ റെസ്പോൺസിബിൾ പേരൻറ്റ് ഈസ് റിയലി ചലഞ്ചിങ്. അടുത്ത് നോക്കേ, ഡിന്നറിന് മുൻപ് എനിക്ക് എൻ്റെ ഹോംവർക്ക് തീർക്കേണ്ടതുണ്ട്. അതെങ്ങനെ പറയും? ഐ ആം സപ്പോസ്ഡ് ടു ഫിനിഷ് മൈ ഹോംവർക്ക് ബിഫോർ ഡിന്നർ. ഇവിടെ നോക്കേ, എനിക്ക് തീർക്കേണ്ടതുണ്ട്. അത് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്? ഐ ആം സപ്പോസ്ഡ് ടു ഫിനിഷ് അല്ലേ. എന്താണ്? ഡിന്നറിന് മുൻപ് എനിക്ക് എൻ്റെ ഹോംവർക്ക് തീർക്കേണ്ടതുണ്ട്. ഐ ആം സപ്പോസ്ഡ് ടു ഫിനിഷ് മൈ ഹോംവർക്ക് ബിഫോർ ഡിന്നർ. നിങ്ങൾ ക്ലാസ്സിൽ ഫോൺ ഉപയോഗിക്കേണ്ടതില്ല. അതെങ്ങനെയായിരിക്കും പറയുക? യു ആർ നോട്ട് സപ്പോസ്ഡ് ടു യൂസ് ഫോൺ ഇൻ ക്ലാസ്. ഇവിടെ നോക്കേ, നിങ്ങൾ ഉപയോഗിക്കേണ്ടതില്ല. അതിനെങ്ങനെയാണ് വന്നിരിക്കുന്നത്? യു ആർ നോട്ട് സപ്പോസ്ഡ് ടു യൂസ്. എന്താണ്? നിങ്ങൾ ക്ലാസ്സിൽ ഫോൺ ഉപയോഗിക്കേണ്ടതില്ല. യു ആർ നോട്ട് സപ്പോസ്ഡ് ടു യൂസ് ഫോൺ ഇൻ ക്ലാസ്. നെക്സ്റ്റ്, കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ അയാൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു. അതെങ്ങനെ പറയും? ഹി വുഡ് ലൈക്ക് ടു സ്പെൻഡ് മോർ ടൈം വിത്ത് ഫാമിലി. ഇവിടെ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് വുഡ് ലൈക്ക് ടു. അപ്പോൾ ഇതെങ്ങനെ വരും? കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ അയാൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു. ഹി വുഡ് ലൈക്ക് ടു സ്പെൻഡ് മോർ ടൈം വിത്ത് ഫാമിലി. ഇതേ രീതിയിൽ ഒരു എക്സാമ്പിളും കൂടി നോക്കാം.
എങ്ങനെ ഓർമ്മിക്കപ്പെടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഹൗ വുഡ് യു ലൈക്ക് ടു ബി റിമെമ്പേർഡ്? എന്താണ്? എങ്ങനെ ഓർമ്മിക്കപ്പെടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഹൗ വുഡ് യു ലൈക്ക് ടു ബി റിമെമ്പേർഡ്? എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ എൻ്റെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.